മുഗൾ സാമ്രാജ്യ സ്ഥാപകനായിരുന്ന സാഹസികനായ മുഗൾ ഭരണാധികാരിയായിരുന്നു ബാബർ. സിംഹം എന്നാണ് ബാബർ എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇഷ്ടമല്ലാതിരുന്ന തുർക്കിഷ് വംശത്തിലെ ഭരണാധികാരിയായിരുന്നു ബാബർ. ഏറ്റവും കുറച്ചുകാലം ഭരിച്ച മുഗൾ ഭരണാധികാരിയും ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും ബന്ധുവായ മുഗൾ ഭരണാധികാരിയുമായിരുന്നു ബാബർ. 1504 ബാബർ കാബൂൾ പിടിച്ചടക്കി. 1529 ബാബറും അഫ്ഗാൻ സംയുക്ത സേനയും തമ്മിൽ ഖാഗ്ര നദീതീരത്ത് വെച്ച് യുദ്ധം നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരിയും ബാബറാണ്. തുർക്കിഷ് ഭാഷയിൽ രചിക്കപ്പെട്ട ബാബറിന്റെ ആത്മകഥയാണ് തുസുഖ്-ഇ-ബാബറി. അബ്ദുൾ റഹ്മാൻ ഖാനാണ് തുസുഖ്-ഇ-ബാബറി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്ന് ബാബർ അറിയപ്പെടുന്നു. ബാബറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ്. ആഗ്രയിലെ ആലംഗബാഗിലാണ് ബാബറിനെ ആദ്യം അടക്കം ചെയ്തത്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526 നടന്നത്. ഈ യുദ്ധത്തിൽ ലോധി രാജാവായിരുന്ന ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തി.